പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടുമാണ്. അപ്പം ഞാനിത് ഇഷക്കുട്ടിക്ക് ഒരു ഉടുപ്പ് തയ്ക്കാനാണ്. എൻ്റെ കുറച്ച് തുണി ഉണ്ടായിരുന്നു. എനിക്കൊരു അംബ്രല്ല ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി എടുത്ത തുണിയായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് തയ്ക്കാം എന്ന് വിചാരിച്ചു. ഇഷക്കുട്ടിക്കൊരു ഫ്രോക്ക് തയ്ക്കാനുള്ള മനസ്സിലുള്ളൊരു തട്ട് ഫ്രോക്ക് തയ്ക്കാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ ഞാൻ കട്ട് ചെയ്യുമ്പോഴത്തേന് ഇത്രയധികം മാർക്കൊന്നും ചെയ്യത്തില്ല. എല്ലാം ഒരു മനക്കണക്കിലുള്ള കട്ടിങ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടത് കൊണ്ടും പിന്നെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് കട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ എല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത്. പിന്നെ ഞാൻ നുള്ള തുണി വെട്ടുന്ന പരിപാടിയാണ് ഇത് കേട്ടോ. അത് ഈക്വലായിട്ട് മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ച പോലെ തട്ടിന് തികഞ്ഞിട്ടില്ല. പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ കൈ വെച്ചത്, കയ്യിൽ ഞാൻ ഒരു മറ്റേ ഞൂറ് കൊടുത്തിട്ടുള്ള പഫ് കൈയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാം വീഡിയോസ് ആഡ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോകും കേട്ടോ. പിന്നെ എന്തെങ്കിലും വീഡിയോസ് സജഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും സജഷൻസ് ഉള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്ത് അഭിപ്രായമാണേലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ സാധാരണ ഇങ്ങനെ നമ്മളതിങ്ങനെ അടിച്ചിട്ട് വെക്കുമ്പോഴത്തേന് നീങ്ങിപ്പോകത്തില്ല. അല്ലെങ്കിൽ ഈ തുണി ഭയങ്കരമായിട്ട് നീങ്ങിപ്പോകും. എൻ്റെ കൈ കണ്ടോ നിങ്ങൾ? ഇതാണ് അതിൻ്റെ കൈ. ഞാൻ പിന്നെ പല ഭാഗങ്ങളിലും പിൻ ചെയ്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, നീങ്ങിപ്പോകത്തില്ല. പിന്നെ ഇതിൻ്റെ ഞുറു ആദ്യം ഞാനിങ്ങനെ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ നൂല് വലിച്ച് ഞുറു എടുത്തത്. പിന്നെ ഞാൻ ഓർത്തു അല്ലാതെ തന്നെ ഞുറു എടുത്ത് പിന്നീടുള്ള തട്ടൊക്കെ അങ്ങനെയാണ് തയ്ച്ചത് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്നിട്ട് ആ ഞുറുവിൻ്റെ അടിഭാഗത്ത് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. മടക്കി അടിച്ചപ്പോഴാണ് മനസ്സിലായി അവിടെ ഒരു ലേസ് വെച്ചാലോ എന്നുള്ളത്. പക്ഷേ ലേസൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഡാൻസിൻ്റെ ഡ്രസ്സിൻ്റെ പോലെ എനിക്ക് തോന്നി. കുറച്ച് ഓവറായിപ്പോയോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ അവൾക്ക് ഇട്ടപ്പോൾ നല്ല ചേരുന്നതുള്ളതുകൊണ്ട് ഞാനങ്ങ് ആശ്വസിച്ചു. ഒരുപാട് ലേസൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് ഓവറായിപ്പോയോ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. പിന്നെ തട്ട് ഫ്രോക്ക് പൊതുവേ എനിക്കിഷ്ടമാണ്, തട്ടുള്ള ഫ്രോക്ക്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലും പിന്നെ ലേസും എല്ലാം കൂടെ ആയപ്പം കുറച്ചൊരു ഓവർ ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യണം. എൻ്റെ കമൻറ്റ് ബോക്സ് പൊതുവേ വലിയ ആക്റ്റീവ് അല്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പല വീഡിയോസും ഇങ്ങനെ സ്റ്റോപ്പായി പോയിട്ട് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ യോക്ക് ഭാഗം ആ തട്ട് ഭാഗമായിട്ട് താഴത്തെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലേസിൻ്റെ പരിപാടി കേട്ടോ. ഞാൻ ഓരോ തട്ടിൻ്റെയും അറ്റത്ത് ലേസ് കൊടുത്ത് നോക്കി കേട്ടോ. ഇത് മനസ്സിൽ അന്നേരം തോന്നിയിട്ടാണ് ഞാനങ്ങനെ ലേസ് കൊടുത്തത്. തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറായിട്ട് തോന്നി. അഴിക്കണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പം അവൾക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേനും വലിയ പ്രശ്നമില്ലായിരുന്നു. വിചാരിച്ചത്ര ബോറ് തോന്നിയില്ല. പിന്നെ അതെല്ലാം ഷേപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം അടിക്കുകയാണ്. ഇതൊക്കെ ഫൈനൽ കുറച്ച് ടൈം എടുത്തായിരുന്നു. ഓരോ തട്ടും അടിക്കുമ്പോഴത്തേന് സാധാരണ ഒരു ഫ്രോക്ക് തയ്ക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ ടൈം എടുത്തായിരുന്നു. ബാക്കിലൊരു സിബ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പലവട്ടം താഴത്തെ ഞുറുവും മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ കൂടെ കയറി വരിക. അങ്ങനെ സ്റ്റിച്ച് ഞാൻ ഇങ്ങനെ ധൃതിക്ക് അടിക്കുമ്പോഴത്തേന് തുണിയൊക്കെ ഇടയ്ക്ക് കയറി വരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നടുക്ക് ഞാനൊരു ബോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോയുടെ സെൻറ്ററിൽ ഞാൻ വേറൊരു ലേസിൻ്റെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇശുക്കുട്ടി ഇട്ട ഒരു പിക്കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം, അഭിപ്രായം അറിയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.